റിസർച്ച് അവാർഡ് ആസ്പയർ 2025-26 അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട്. കേരള സംസ്ഥാന സർവകലാശാലകളോട് ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ ഗവൺമെൻറ് എയ്ഡഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലെയും യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റുകളിലെയും സയൻസ്, സോഷ്യൽ സയൻസ്, ഹ്യൂമാനിറ്റീസ്, ബിസിനസ് സ്റ്റഡീസ് 2ാം വർഷ ബിരുദാനന്തര PhD വിദ്യാർത്ഥികളിൽ നിന്നുമാണ് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത്. ബിരുദാനന്തര PG വിദ്യാർത്ഥികൾക്ക് 1 മാസവും PhD വിദ്യാർത്ഥികൾക്ക് 4 മാസവുമാണ് ഇൻറ്റേൺഷിപ്പിനുള്ള സമയപരിധി എന്ന് പറയുന്നത്. കോളേജ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ വെബ്സൈറ്റുകളിൽ പ്രവേശിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് സ്കോളർഷിപ്പിൻ്റെ സർക്കുലർ വിജ്ഞാപനവും അതിൽ നൽകിയിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോമും ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ആപ്ലിക്കേഷൻ ഫോം പൂരിപ്പിച്ചതിന് ശേഷം ആവശ്യപ്പെടുന്ന സർട്ടിഫിക്കറ്റുകളൊക്കെ ഒപ്പം ചേർത്ത് അതിൽ നൽകിയിട്ടുള്ള ഗൂഗിൾ ഫോമിൽ 10/9/2025 മുൻപാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ആസ്പയർ സ്കോളർഷിപ്പിന് അപേക്ഷിക്കേണ്ട വിദ്യാർത്ഥികളുടെ യോഗ്യത എന്ന് പറയുന്നത് 2025-26 അധ്യയന വർഷത്തിൽ സംസ്ഥാന സർക്കാർ എയ്ഡഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റുകളിൽ പഠിക്കുന്ന 2ാം വർഷ ബിരുദാനന്തര ബിരുദം PhD വിദ്യാർത്ഥികളായിരിക്കണം. അപേക്ഷകർ സർക്കാർ അല്ലെങ്കിൽ എയ്ഡഡ് ഫുൾ ടൈം കോഴ്സുകൾ പഠിക്കുന്നവരായിരിക്കണം. ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കുന്നവർക്ക് അത് അപേക്ഷിക്കാൻ പറ്റില്ല. 1ാം വർഷം കുറഞ്ഞത് 75%, പെൺകുട്ടികൾക്ക് 73% ഹാജർ നില അറ്റൻഡൻസ് നിർബന്ധമാണ്. അടിസ്ഥാന കോഴ്സിന് PG ചെയ്യുന്ന കുട്ടികളുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രിയാണ്. അതുകൊണ്ട് തന്നെ ഡിഗ്രിക്ക് 55%, PhD ചെയ്യുന്ന കുട്ടികളുടെ അടിസ്ഥാന വിദ്യാഭ്യാസം PG ആണ്. അതുകൊണ്ട് തന്നെ PGക്ക് 55%-ൽ കുറയാത്ത മാർക്കും നേടിയിരിക്കണം എന്നുള്ളതാണ്. സ്കോളർഷിപ്പ് തുകയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ബിരുദാനന്തര ബിരുദത്തിന് PGക്ക് 1 മാസമാണ് ഇൻറ്റേൺഷിപ്പ് കാലാവധി, PhDക്ക് 4 മാസമാണ്. കേരളത്തിനകത്ത് 8,000 രൂപയും കേരളത്തിന് പുറത്ത് 10,000 രൂപയുമാണ് പ്രതിമാസ സ്കോളർഷിപ്പ് തുകയായിട്ട് അനുവദിക്കുന്നത്. തിരഞ്ഞെടുക്കുന്നവർക്ക് 2 ഗഡുക്കളായിട്ടായിരിക്കും തുക നൽകുക. ആദ്യം സിനോപ്സിസ് സബ്മിറ്റ് ചെയ്ത് ജോയിനിങ് റിപ്പോർട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ഗഡുവും പിന്നീട് പ്രൊജക്ട് റിപ്പോർട്ട് കംപ്ലീറ്റ് ആയി അപ്ലോഡ് ചെയ്യുന്നതിന് അനുസരിച്ച് 2ാമത്തെ തുകയുമായിട്ടാണ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുക. വിജ്ഞാപനത്തിൽ നൽകിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കുള്ള പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ ഇവയാണ്. ഓരോ കോളേജിലും യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റുകളിലും പ്രിൻസിപ്പൽ, വകുപ്പ് തലവൻ, സ്കോളർഷിപ്പ് നോഡൽ ഓഫീസർ ഉൾപ്പെടെ സെലക്ഷൻ കമ്മിറ്റിയും ആതിഥേയ സ്ഥാപനത്തിലെ ഗൈഡും അംഗീകരിച്ച് മേലാപ്പ് വെച്ച് മൂല്യവത്തും അക്കാദമിക് പ്രാധാന്യവുമേറിയ ഉന്നത നിലവാരം പുലർത്തുന്ന സിനോപ്സിസ് മാത്രമേ റിസർച്ച് അവാർഡിനായി പരിഗണിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ സിനോപ്സിസ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്ന കോളേജുകളിലെ ഡിപ്പാർട്ട്മെൻറ്റ് തലവൻ HODയുടെ ഒപ്പും സീലും, പ്രിൻസിപ്പലിൻ്റെ ഒപ്പും സീലും, നോഡൽ ഓഫീസറുടെ ഒപ്പും സീലും സിനോപ്സിസിൽ ആവശ്യമാണ്. അതുപോലെ തന്നെ നമ്മൾ എവിടെയാണോ റിസർച്ച് ചെയ്യുന്നത് ആ ഇൻസ്റ്റിറ്റ്യൂഷനിലെ ആതിഥേയ സ്ഥാപനത്തിലുള്ള നമ്മുടെ ഗൈഡിൻ്റെ ഒപ്പും സീലും സിനോപ്സിസിന് താഴെ ആവശ്യമാണ്. അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ആതിഥേയ സ്ഥാപനമായി തിരഞ്ഞെടുക്കുന്നത് അഫിലിയേറ്റഡ് കോളേജ് ആണെങ്കിൽ അവിടെ NAC A ഗ്രേഡ് ലഭിച്ച കോളേജ് ആയിരിക്കണം. സ്വന്തം സ്ഥാപനത്തിൽ ആസ്പയർ റിസർച്ച് അവാർഡ് അതിന് വേണ്ടിയിട്ട് പ്രൊജക്റ്റ് വർക്ക് ചെയ്യാൻ പറ്റില്ല. പ്രൊജക്റ്റ് ഇൻറ്റേൺഷിപ്പ് സ്വന്തം സ്ഥാപനത്തിൽ ചെയ്യുന്നവർക്ക് സ്കോളർഷിപ്പ് അനുവദിക്കുന്നതല്ല. ആതിഥേയ സ്ഥാപനത്തിലെ ദേശീയ പ്രാധാന്യമുള്ള IIT, IIM, IISER, NIT, JNU, TISS തുടങ്ങിയ സ്ഥാപനത്തിലോ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ NAC A ഗ്രേഡ് ലഭിച്ച കോളേജുകളോ തിരഞ്ഞെടുക്കാവുന്നതാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഏതെങ്കിലും സ്കോളർഷിപ്പുകൾ ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ സ്കോളർഷിപ്പിന് അർഹരല്ല എന്നുള്ളതാണ്. കൂടുതൽ വിവരങ്ങൾ കോളേജ് വെബ്സൈറ്റിൽ നൽകിയിട്ടുള്ള വിജ്ഞാപനം സർക്കുലർ വായിച്ച് മനസ്സിലാക്കേണ്ടതാണ് നിങ്ങൾ. ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് 2 പേജിൽ കവിയാത്ത സിനോപ്സിസ് തയ്യാറാക്കിയതിന് ശേഷം അതിന് താഴെ നമ്മൾ പഠിക്കുന്ന സ്ഥാപനത്തിലെ പ്രിൻസിപ്പൽ, HOD, നോഡൽ ഓഫീസർ എന്നിവരുടെ ഒപ്പും സീലും നമ്മൾ എവിടെയാണോ ചെയ്യുന്നത് അവിടെയുള്ള ഗൈഡിൻ്റെ ഒപ്പും സീലും സിനോപ്സിസിന് താഴെ വാങ്ങേണ്ടതാണ്. കൂടാതെ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന NOCയും കൺസെൻറ്റ് ലെറ്ററും നമ്മൾ പൂരിപ്പിച്ച് സീലുകൾ വാങ്ങേണ്ടതാണ്. 2 NOC നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്, ഒന്ന് നമ്മുടെ മാതൃസ്ഥാപനത്തിൽ നിന്നും, രണ്ടാമത്തേത് നമ്മൾ എവിടെയാണോ ചെയ്യുന്നത് ആതിഥേയ സ്ഥാപനത്തിൽ നിന്നുമാണ് വാങ്ങേണ്ടത്. ആതിഥേയ സ്ഥാപനത്തിലെ ഗൈഡിൻ്റെ കൺസെൻറ്റ് ലെറ്ററും നമ്മൾ ഇതോടൊപ്പം ഫില്ല് ചെയ്ത് വാങ്ങേണ്ടതായിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോം സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത് അത് ഫില്ല് ചെയ്തതിന് ശേഷം അതിനോടൊപ്പം നമ്മൾ ഈ പറഞ്ഞ NOC, നമ്മുടെ മാതൃസ്ഥാപനത്തിലുള്ള NOC, നമ്മുടെ ഗൈഡിൽ നിന്ന് നേടിയെടുക്കുന്ന കൺസെൻറ്റ് ലെറ്റർ,
നമ്മുടെ 2 പേജ് കവിയാത്ത പ്രൊജക്റ്റ് സിനോപ്സിസ്, നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിച്ചിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോം, സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്സ്, SSLC, +2, ഡിഗ്രി, PG സർട്ടിഫിക്കറ്റ് വേണ്ട അവർക്ക് PG സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള സെൽഫ് അറ്റസ്റ്റ് ചെയ്ത സർട്ടിഫിക്കറ്റ്സ്, സെൽഫ് അറ്റസ്റ്റ് ചെയ്ത നമ്മുടെ ബാങ്ക് പാസ്ബുക്ക് കോപ്പി, ആധാറിൻ്റെ കോപ്പി, ഇത്രയും കാര്യങ്ങൾ ഇതോടൊപ്പം അറ്റാച്ച് ചെയ്തിട്ടാണ് നമ്മൾ നൽകിയിട്ടുള്ള ഗൂഗിൾ ഫോമിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുള്ളത്. നിലവിൽ 1ാം ഘട്ടം പൂർത്തീകരിക്കുന്നതിനുള്ള അവസാന തീയതി സെപ്റ്റംബർ 10 ആണ്.